ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. നിശ്ചയമായും നിങ്ങളുടെ ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്, ഞാൻ നിങ്ങളുടെ നാഥനും, അതിനാൽ നിങ്ങൾ എനിക്ക് മാത്രം വഴിപ്പെടുക. മുസ്ലിം ഉമ്മത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഖുർആൻ്റെ പ്രഖ്യാപനമാണിത്. ഖുർആനിൽ സൂറ അൽ മുഅ്മിനൂനിലും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വഅന റബ്ബുക്കും ഫത്തഖൂൻ. നിശ്ചയമായും നിങ്ങളുടെ ഈ സമുദായം ഏക സമുദായമാണ്, ഞാൻ നിങ്ങളുടെ നാഥനും, അതിനാൽ എന്നോട് തഖ്വയുള്ളവരാകുക. ഉമ്മത്തൻ വാഹിദ അഥവാ ഏക സമുദായം എന്നത് അള്ളാഹു ഉമ്മത്ത് മുസ്ലിമയ്ക്ക് നൽകിയ ഒരു സവിശേഷ സമ്മാനമാണ്. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനോട് അഥവാ ഏകത്വ പ്രഖ്യാപനത്തോട് ചേർത്താണ് രണ്ടിടങ്ങളിലും ഇങ്ങനെ പറഞ്ഞത് എന്നത് പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. മുസ്ലിങ്ങൾ ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെയാണ്, ഒരു ചീർപ്പിലെ പല്ലുകൾ പോലെയാണ് എന്നെല്ലാം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സാഹോദര്യവും ഗുണകാംക്ഷയും പരസ്പര സ്നേഹവും അന്യോന്യ ആദരവും ഒക്കെയാണ് ദീനിൻ്റെ താല്പര്യം. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നാം കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്, ആഴത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അപരവിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ആഗോള മാർക്കറ്റാണ് ഇന്ന് നമ്മുടെ നാട്. ഹിന്ദുത്വ വർഗീയ ഫാഷിസത്തിൻ്റെ വംശഹത്യാ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിദ്വേഷവും വെറുപ്പുമാണ്. ഇത് നമുക്കിടയിൽ ആർക്കും തർക്കമില്ലാത്ത വിഷയവുമാണ്. പക്ഷേ നമ്മുടെ ഉത്കണ്ഠയാവേണ്ടത് അതുമാത്രമാണോ? വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശാസ്ത്രവത്തിൻ്റെയും സകലമാന കൊള്ളരുതായ്മകളും നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന മുസ്ലിം ഉമ്മത്തിന് പുറത്തുള്ളവരുടെ പദ്ധതികൾ എന്ന പോലെ സമുദായത്തിനുള്ളിലെ വിവിധ ഘടകങ്ങളിൽ ഏറിയും കുറഞ്ഞും ഇതേ തിന്മകൾ തഴച്ചു വളർന്നു കഴിഞ്ഞു എന്നത് നമ്മിൽ എത്ര പേരെ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്? ആഭ്യന്തര ശൈഥില്യം അവസാനിപ്പിക്കാതെ പുറമേയുള്ള ശത്രുവിനെതിരെ ഐക്യം സാധ്യമാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമ്മൾ അവഗണിക്കരുത്. മുസ്ലിം സംഘടനകളുടെ ബാഹുല്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം. സംഘടനകളുടെ ആധിക്യം ഒരേ സമയം അനുഗ്രഹവും അതേസമയം അപകടവും വിതയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. വിവിധ മുസ്ലിം സംഘടനകളുടെ സാന്നിധ്യം സമുദായത്തിൻ്റെ പൊതുവായ പുരോഗതിക്ക് ഒട്ടേറെ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. ആ രംഗത്തുള്ള ആരോഗ്യകരമായ മത്സരം പോലും സമുദായത്തിന് അനുഗ്രഹമാണ്. നന്മയിൽ പരസ്പരം മത്സരിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതുമാണല്ലോ. പള്ളികൾ, മദ്രസകൾ, മതപാഠശാലകൾ, ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ആതുരാലയങ്ങൾ, ദിനപത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, പ്രസിദ്ധീകരണ ശൃംഖലകൾ, കരിയർ ഗൈഡൻസ്, പ്രബോധന പ്രസ്ഥാനങ്ങൾ, ആധുനികമായ പ്രബോധന രീതികൾ, ഇസ്ലാമിനെതിരെ വിമർശകരുയർത്തുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ, മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സക്കാത്ത് ശേഖരണ വിതരണ സംവിധാനം, പലിശരഹിത വായ്പാ സ്ഥാപനങ്ങൾ, ഇസ്ലാമിനെതിരായ കുപ്രചാരണങ്ങളെ ചെറുക്കാൻ ഡിജിറ്റൽ വാർ റൂം തുടങ്ങി എണ്ണമറ്റ സംവിധാനങ്ങൾ വിവിധ സംഘടനകളിലൂടെ മുസ്ലിം സമുദായം സ്വായത്തമാക്കിയിട്ടുണ്ട്. ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ മുതൽക്കൂട്ടാണ് ഇവയെല്ലാം എന്നതിൽ ഒരു തർക്കവുമില്ല. കേരള മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെക്കുറെ അന്തസ്സോടെ നിലകൊള്ളുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സംഘടനകൾക്കിടയിലെ പരസ്പര വൈരം, പക്ഷപാതിത്വം, സംഘടനാ സങ്കുചിതത്വം, ഒരേ ആശയധാരയിലുള്ളവർക്കിടയിൽ തന്നെയുള്ള ഭിന്നിപ്പ്, വിയോജിപ്പുകളിലെ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ, വിമർശനങ്ങളിലെ ജനാധിപത്യ വിരുദ്ധത തുടങ്ങിയവയെല്ലാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും ഒരുമയ്ക്കും വിലങ്ങുതടിയാണ്.
എന്താണ് ഇതിനു പരിഹാരം? ഒറ്റമൂലികളൊന്നുമില്ല, ലളിതമായ പരിഹാര മാർഗങ്ങളുമില്ല. പിന്നെ എന്തു ചെയ്യും? സംഘടനകൾ സംഘടനകളായി തന്നെ നിലനിൽക്കട്ടെ, അവയ്ക്കിടയിൽ ഐക്യവും വളർന്നു വരട്ടെ. ശാഖാപരമായ ഭിന്നിപ്പുകൾക്കിടയിലും കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സംഘടനകൾ തമ്മിലെ ആശയവൈവിധ്യങ്ങൾക്കിടയിലും ഐക്യമാണ് പരമപ്രധാനം എന്ന് നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. അള്ളാഹുവിൻ്റെ കൽപ്പന, ദൈവിക ശാസന തന്നെ ഐക്യം കാത്തുസൂക്ഷിക്കുക, ഭിന്നത വർജിക്കുക എന്നതാണ്. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ ഒന്നായി അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അള്ളാഹുവിൻ്റെ പാശത്തെ ഒന്നായി ചേർന്ന് മുറുകെ പിടിക്കുക എന്ന കൽപ്പനയോടൊപ്പം ഭിന്നിക്കരുത് എന്ന കൽപ്പനയും ചേർത്തു പറയുന്നു ഖുർആൻ. വലാ തഫറഖൂ എന്നത് തഹ്രീമിൻ്റെ അമ്രാണ്, അഥവാ നിരോധനത്തിൻ്റെ വിധിയാണ് എന്നാണ് പണ്ഡിതാഭിപ്രായം. വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്. വലാ തഖറബാ ഹാദിഹി ഷജറ, നിങ്ങൾ ഈ വൃക്ഷത്തോട് അടുക്കരുത്. വലാ തഖറബൂ മാലൽ യതീം, അനാഥകളുടെ സമ്പത്ത് തൊട്ടുപോകരുത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അരുത്, ഭിന്നിക്കരുത് എന്ന കർശന ശാസനയാണ് അള്ളാഹു നൽകുന്നത്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും നാം അനൈക്യത്തിലാണ്, അകൽച്ചയിലാണ്, വിദ്വേഷത്തിലാണ്. നിശ്ചിതവും നിഷ്കർഷവുമായ ആത്മപരിശോധനയ്ക്കും ആത്മവിമർശനത്തിനും നമ്മൾ സന്നദ്ധമാവുക. ഒരു ആന്തരിക നവീകരണത്തിന് നാം സ്വയം തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കിടയിലെ ശൈഥില്യം തകർത്തെറിഞ്ഞ് ഐക്യം നിലനിർത്തട്ടെ. ആമീൻ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.